തങ്കച്ചൻ എന്താണെന്നറിയാം, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല വീണിട്ടാണെങ്കിൽ അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിന് ശ്രീകണ്ഠനായർ വരണം. അതാ സ്ഥിതി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തോ ഭാഗ്യത്തിന് ആ മിറ്റം നടിച്ചു വാരി തരണം എന്ന് പറയാതെ ഭാഗ്യം. ആരോ എടുത്തു തന്ന വീടാണ്. അവർക്ക് വേണമെങ്കിൽ അവർ വൃത്തിയായിക്കോട്ടെ. ഞങ്ങൾ ഇവിടെ താമസക്കാർ മാത്രമാ. ഞങ്ങൾ വൃത്തിയാക്കാൻ വരത്തില്ല. ഞങ്ങൾ താമസക്കാർ മാത്രമാ. അതായത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ശ്രീകണ്ഠനായരെ വിളിക്കും, ഇല്ലെങ്കിലേ ഞങ്ങൾ ഹാജനെ വിളിക്കും, ഇല്ലെങ്കിൽ അവൻ ഇവനെ വിളിക്കും, ഫിറോസിനെ വിളിക്കും. ഫിറോസേ, ഈ റൂമൊന്ന് ശരിയല്ലേ, ഈ റൂമൊന്ന് ക്ലിയർ അല്ല, ഒന്ന് ക്ലീൻ ആക്കി തരാൻ ആളെ വിട്. മനസ്സിലായി? ഇതാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഭഗവാനെ, നെറ്റ് തുറക്കാൻ കഴിയുന്നില്ല, സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുതി, എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുതിയുടെ പ്രശ്നം, എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുതിയുടെ പ്രശ്നം. അല്ലടാ, നിങ്ങൾക്കല്ലേ പിരാന്തായി പോയി. എന്തൊരു കഷ്ടാണിത്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുതിൻ്റെ. ഇനി രേണുസുതിൻ്റെ കാര്യം പറയാം. അതായത് രേണുസുതിൻ്റെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുമില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ കയറി വന്നു വീട് നന്നാക്കാൻ എന്നുള്ള വ്യാജേന അവരെടുത്ത വീഡിയോ മുഴുവൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ഫോട്ടോ ആയിരുന്നു എന്നാണ് ഇപ്പോൾ രേണുസുതി പറയുന്നത്. അതായത് ഈ ഫിറോസ് അവിടെ ജോലിക്കാരെ വിട്ടിരുന്നു. ആ ജോലിക്കാർ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ഫോട്ടോ എടുക്കുമ്പോൾ കാണിച്ചെന്ന് മുഴുവൻ എൻ്റെ ബെഡ്റൂമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ രേണു പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിലയത്തിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. സുധിലയത്തിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറോസിൻ്റെ കമ്പനീൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. ആ പേര് ഉപയോഗിച്ച് ഇവർ മാർക്കറ്റ് ചെയ്യുകയാണെന്നാണ് നമ്മൾ രേണുസുതി ആരോപിക്കുന്നത്. ഏതായാലും അത് ഇവർ അഴിച്ചു മാറ്റുന്നു. ഇനിയിപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് 1 കോടി ഉറുപ്പിക നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു എന്ന് ഇന്ന് ഞാനിപ്പോൾ ഒരു മീഡിയയിൽ കണ്ടു. എൻ്റെ ഫിറോസ് ഭായി, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? അതായത് ഇനിയിപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപ കെട്ടിവെച്ച് 1 കോടി ഉറുപ്പിക മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ രേണു ഏടുന്ന തരാനാണത്? അത് നിങ്ങൾക്ക് തന്നെയല്ലേ വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ആ പെണ്ണിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതല്ലേ വരുള്ളൂ. അതായത് ഈ രേണു ആയാലും തങ്കച്ചനായാലും പറയുന്ന ഒന്നും ശരിയല്ല, നന്ദിയില്ലാത്തതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു വസ്തുവില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങൾ കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീടും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ അധ്വാനമൊന്നും അല്ല. അതായത് വീടില്ലാത്ത ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു സമയത്താണ് ഫിറോസ് എന്ന് പറയുന്ന അയാളുടെ നന്മ കൊണ്ട് ഞാൻ എടുത്തു കൊടുക്കാം വീട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടെടുത്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എൻ്റേത്. ഞാൻ എടുത്തു കൊടുത്ത ഒരുപാട് വീടുകളുണ്ട്. ഇപ്പം നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഫിറോസ് എടുത്തു കൊടുത്ത വീടുകൾ. പല വീട്ടുകാരെയും ഞാൻ അന്വേഷിച്ചു, അവർക്കൊന്നും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ രേണുസുതിക്ക് മാത്രം എന്താണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നത് നമുക്കറിയില്ല. ഇനി രേണുസുതിൻ്റെ അടുക്ക മാത്രം നിനക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തതാണോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ 1 കോടി ഉറുപ്പികയൊക്കെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീനെ കൊണ്ട് 1 കോടിയൊന്നും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറുക്കനെ ഇപ്പോഴും ഇതാക്കിയിട്ട് അവൾ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തുക. നിങ്ങൾക്ക് ജോലിയിൽ നല്ല വിശ്വാസമില്ലേ? നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ കേരളത്തിലുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ രേണുസുതി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് യാതൊന്നും പിന്നെ ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. കുറച്ച് കൂടിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അതായത് നിങ്ങളൊന്നുമില്ലെങ്കിൽ എന്താണ്, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരാളാണ്. ഇവിടെ ചില കോൺട്രാക്ടർമാർ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നല്ല, ആ ഒരു പഞ്ചായത്തിലേ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട്. ആ ഒരു ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലവൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കേസിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രേണുസുതിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീട് വെച്ച് തന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ അഭിനയം കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്തപ്പടിൻ്റെ ഇത് കണ്ടിട്ടോ ഒന്നുമല്ല. അതായത് ആ ഒരു സമയത്ത് സുധീൻ്റെ മക്കൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധീൻ്റെ മൂത്ത മകൻ കിച്ചു തന്നെയാണ്. ആ കുട്ടിക്കാണ് അച്ഛനുമില്ല അമ്മയും ഇല്ലാതായത് ഒരു നിമിഷം കൊണ്ട്. നിങ്ങളുടെ ഋതപ്പനാണെങ്കിൽ നിങ്ങളെങ്കിലും ഉണ്ട്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല. അതായത് നിങ്ങൾക്ക് പോലും എപ്പോഴെങ്കിലും ഒരു അനിഷ്ടം കിച്ചുവിനോട് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആ ചെറുക്കൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വീട് വെച്ച് കൊടുത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധീനെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടോ ഒന്നുമല്ല, ആ ഒരു ചെറുക്കന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട് കിട്ടിയല്ലോ, എനിക്ക് ഇതിലും വലിയ വീട് കിട്ടുമായിരുന്നു, എനിക്ക് മറ്റവർ ഇതിലും വലിയ വീട് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാതെ ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വീടിനൊന്ന് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം തന്നെ 50 ലക്ഷം രൂപ കേൾക്കാൻ ഒരു ഇതുണ്ട്, വാല്യൂ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലവും വീടുമാണ് കിട്ടിയിരിക്കുന്നത്. അത് ചുമ്മാ കിട്ടിയതല്ലേ? ആ ചുമ്മാ കിട്ടിയ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാണ്. ഇനി ചെറിയ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഈ അപ്പച്ചനുണ്ടല്ലോ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നത്, അങ്ങേരെ കയ്യിൽ ചില്ലറയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രേണുസുതി വെറുതെ ഒന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്. 6 രൂപ 7 രൂപ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാസം ഒരു 2 ലക്ഷത്തിന് മേലെ ആയില്ലേ? എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തൂടെ? എന്തിനാ ഇങ്ങനെ വല്ല സ്ഥലത്തും പോയിട്ട് വിളിച്ചു പറയുന്നത്? ഓരോ സ്ഥലത്ത് പോയിട്ട് ഇവരുടെ കമ്പനീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട് ചെറുതായി പോയി, എൻ്റെ വീട് മോശമായി പോയി. എന്താ നിങ്ങൾ സ്വന്തം വെച്ച വീടാണോ അത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇതോ ദാനം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ, ദാനം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ. ഒരു തേങ്ങാക്കൊലയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.
അതായത് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് കൊടുക്കണ്ടേ. ഈടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ റൂം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒറ്റ റൂം മാത്രം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതും വീട് തന്നെയാണോ. അവരൊന്നും പറഞ്ഞാൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറയുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മോശമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളാണ്. അതുപോലെയുള്ള ഒരു പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ രേണുസുതിക്ക് ഇവർ വീട് വെച്ച് കൊടുത്തത്. പക്ഷേ നോക്കുമ്പോഴേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെക്കാട്ടിയും വലിയ പണക്കാരായിപ്പോയി രേണുസുതി. അത്രയേ ഉള്ളൂ. രേണുസുതിക്ക് ഇപ്പം എന്താ പ്രശ്നം എന്നറിയാം. ഇപ്പം നല്ല പൈസ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഈ വീട് എന്തിനാടേ പോടേ പുല്ല്. കാരണം ഇത് നമ്മളെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം. അതായത് ഇതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണും. അപ്പം അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ രേണുസുതി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് രേണുസുതിക്ക് ഈ വീടിന് ഇപ്പം വിലയില്ലാത്തത്. അല്ലാതെ വേറെയൊന്നുമല്ല. രേണുസുതിക്ക് ഈ വീടും വേണ്ട, നിങ്ങൾ ഒരയ്ക്കും വേണ്ട. അതായത് ഏതെങ്കിലും ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ആയിരിക്കും. ഇനിയിപ്പം നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ട് എന്താ പറയേണ്ടത്, കംപ്ലൈൻറ്റ് കൊടുത്ത് കാര്യങ്ങളും ചെയ്ത് എന്തിന് വെറുതെങ്കിലും, അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ നിർത്തണം ഫിറോസ് ഭായി. നോക്കിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൈറലാകണം, നമ്മുടെ വീഡിയോ ഓടണം. അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനും കുഴപ്പമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വീട് തന്നവരാണെന്നോ സ്ഥലം തന്നവരാണെന്നോ ആ അച്ഛനൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? അദ്ദേഹത്തിനൊക്കെ എത്ര വിഷമം ഉണ്ടാകും. ഇതെന്താ വെറുതെ കിട്ടിയ സ്ഥലമാണോ? അതായത് ഒരു മനുഷ്യൻ ഒരു 10 സെന്റ് സ്ഥലമോ 5 സെന്റ് സ്ഥലമോ ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് എനിക്ക് ഭാര്യയായിട്ട് വരും, ഇല്ലെങ്കിൽ എൻ്റെ പേര് ഇതിൽ വലിച്ചെടുക്കും, എനിക്ക് വളരെ മോശമായിട്ട് വരും. ഇപ്പൊ ഫിറോസ് എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഒരു 4-5 ലക്ഷം രൂപ അയാളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും. ബാക്കി അയാളെ കമ്പനിയിൽ നിന്ന് പോയത് അയാളെ സ്വന്തം പൈസ പോയിട്ടുണ്ടാകും ഇത്രയെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരെ അയാൾ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെണ്ടിത്തരമായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർന്നതല്ല. നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സായിട്ട് ഒരു വീട് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറ്റം പറയുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടപ്പാടും ഇതും കണ്ടിട്ട് പലരും നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും പലരും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പോരാ, എനിക്കിപ്പോൾ 40 ഇഞ്ചിൻ്റെ TV അല്ല, എനിക്ക് 50 ഇഞ്ചിൻ്റെ വേണമായിരുന്നു, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇപ്പോഴിതെന്താണെന്നറിയാം, രേണുസുതിക്ക് ഇതെന്താന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടന്റാണ്. രേണുസുതിക്ക് ഇതിൻ്റെ മുകളിൽ നല്ല പൈസ കിട്ടുന്നുണ്ട്. അതായത് ഫിറോസിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ 10,000, അതുപോലെ മറ്റേ അച്ഛനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ 9,000, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ 8,000, ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ഭാര്യമാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ 6,000. ഇങ്ങനെ റേറ്റിംഗ് ഉണ്ടാകും. ആ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുതിനെ എല്ലാവരും ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ, അതുപോലെ തന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സ്ത്രീ എന്ന് അഭിനയിച്ചിട്ട് മറ്റുള്ളവരെ മുഴുവൻ കുറ്റം പറഞ്ഞു നടക്കാൻ ഈ സ്ത്രീക്ക് എന്താ അധികാരം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഫിറോസും ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നതും. അയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. അയാളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അയാൾ ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു വന്നത് അത്ര വലിയ തെറ്റാണോ? അത് പൊതുജനങ്ങൾക്കായിട്ടും അതൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നില്ലല്ലോ. രേണുസുതിക്ക് മാത്രം, കുടുംബത്തിന് മാത്രമാണ് ഒരു തെറ്റ്. ഈയിടെ രേണുസുതിയും അതുപോലെ തങ്കച്ചനും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രോഷം കൊണ്ട് ചോദിക്കുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? ഇതിങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഫിറോസ് ഭായി, നിങ്ങൾ കേസും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ 27 ഇന്റർവ്യൂ വേറെ ഇടും. അത് നിങ്ങൾ ആലോചിച്ചോ. അതായത് അവിടും അതിനെന്ന് പറഞ്ഞാൽ നല്ല ഒരു തുക ഉണ്ടാക്കുകയും ചെയ്യും. അവർ ഈ കേസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കും. എന്താണെന്നറിയാം, നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാവലിരിക്കുന്ന കുറേ ടീമുണ്ട്. കോടതി കയറിയിട്ടാ വക്കീൽ ഓഫീസ് കയറി, വക്കീൽ ഓഫീസ് കയറി വന്നോ 1 കോടി ഉറുപ്പിക ഇനി അതാ ഇന്റർവ്യൂ. നമ്മളെ അപ്പാട് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ടീമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഒരു അവസരമാക്കിയെടുക്കുന്ന ഒരു സ്ത്രീയാണിത്. അവർക്കെല്ലാം എന്ന് പറഞ്ഞ അവസരങ്ങളാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ രേണുസുതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? പല സ്ഥലങ്ങളിലും പോയിട്ട് പലതും പറയുന്നു. എല്ലാ കാര്യവും എന്താ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ വേറെ എന്താണ്? എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോവുകയാണ്, രേണുസുതി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. രേണുസുതി നിറഞ്ഞു നിൽക്കുമ്പോഴൊരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് പേർക്കുള്ള സഹായങ്ങളാണ് ഇല്ലാതാകുന്നത്. അതായത് ഫിറോസ് ഭായിയെ പോലെയുള്ള ആൾക്കാർ ഓരോ വർഷം ഓരോ വീട് വെച്ച് കൊടുക്കുന്നതാണ്. ഇവരുടെ ഈ സംസാരം കൊണ്ട് ഇവിടെ ഒരുപാട് പാവങ്ങൾക്കാണ് ഇതുപോലെയുള്ള ഈ സഹായങ്ങൾ കിട്ടാതെ പോകുന്നത്. അത് നിങ്ങളാരും കാണുന്നില്ല. ഇവിടെ ഒരു കൊല്ലം സുധീൻ്റെ ഭാര്യ മാത്രമല്ല ഉള്ളത് വീടില്ലാതെ. ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഉണ്ടാകും, ഫിറോസ് വന്നു കഴിഞ്ഞാൽ ഒരു വീട് കിട്ടുമെന്ന്. ഫിറോസ് ഒരു വലിയ തെറ്റുകാരനാണെന്നൊന്നും പറയാൻ പറ്റൂല. അയാൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച, നമുക്കറിയാലോ എല്ലാവരും വീട് എടുക്കുന്നവരല്ലേ, എന്തെങ്കിലും ഒരു പാളിച്ച് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്ക് വീഴുന്നുണ്ടാകും. അതുപോലെ തന്നെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ തങ്കച്ചൻ എന്താണെന്നറിയാം, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല വീണിട്ടാണെങ്കിൽ അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിന് ശ്രീകണ്ഠനായിരുന്നു വരണമാതാ സ്ഥിതി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തോ ഭാഗ്യത്തിന് ആ മിറ്റം നടിച്ചു വാരി തരണം എന്ന് പറയാതെ ഭാഗ്യം. അതായത് ആ കിച്ചു എന്ന് പറയുന്ന ആ ചെറുക്കൻ പോയിട്ട് ആ വീഡിയോ എടുത്തിട്ട് ആ വീട്ടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാം. അതായത് ഇത് ആരോ എടുത്തു തന്ന വീടാണ്. അവർക്ക് വേണമെങ്കിൽ അവർ വൃത്തിയായിക്കോട്ടെ. ഞങ്ങൾ ഇവിടെ താമസക്കാർ മാത്രമാണ്. ഞങ്ങൾ വൃത്തിയാക്കാൻ വരത്തില്ല. ഞങ്ങൾ താമസക്കാർ മാത്രമാണ്.
അതായത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ശ്രീകണ്ഠനായരെ വിളിക്കും, ഇല്ലെങ്കിലേ ഞങ്ങൾ ഹാജനെ വിളിക്കും, ഇല്ലെങ്കിൽ അവൻ ഇവനെ വിളിക്കും, ഫിറോസിനെ വിളിക്കും. ഫിറോസേ, ഈ റൂമൊന്നും ശരിയല്ലടേ, ഈ റൂമൊന്നും ക്ലിയർ അല്ല, ഒന്ന് ക്ലീൻ ആക്കി തരാൻ ആളെ വിട്. മനസ്സിലായി? ഇതാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വീട്ടിൻ്റെ വർഷം അല്ലെങ്കിൽ ഇവരുടെ വർഷം ഒന്നുമല്ല. രേണുവിന് വേണ്ടത് കണ്ടന്റാണ്. കണ്ടന്റിലൂടെ മനുഷ്യന്മാരെ അപമാനിക്കുക, അത് തന്നെയാണ്. ഇപ്പോൾ സുധിലയം എന്നുള്ള ഒരു വീട് ആ ഒരു പേരെടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അവരത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കൂലേ. എൻ്റെ പൊന്നു സുധി, നന്ദി നമസ്കാരം, ഇത്തിരിയേ പറയാനുള്ളൂ. ബാക്കി ബിഗ് ബോസ് കാണാം ബാക്കി. അങ്ങ് വാ, അവിടെ നമ്മൾ റിവ്യൂ ഇടുന്നുണ്ട്. തേച്ച അവിടെ ഒട്ടിച്ചു തരും നമ്മളറിഞ്ഞ്. ബൈ ബൈ.